ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു KCS ചാനൽ. ഇന്ന് നമുക്ക് തേനീച്ചകളെക്കുറിച്ചുള്ള ഒരു മ്യൂസിയത്തിലേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് ഒരു ലൈബ്രറി പോലെ വെച്ചേക്കുന്നു. പക്ഷേ നമ്മൾ അതിൽ ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ പലതരത്തിലുള്ള ഈന്തപ്പഴത്തിൻ്റെ വെറൈറ്റികൾ വെച്ചേക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ അതേപോലെ തന്നെ അത് കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ തന്നെ തേനീച്ചകളുടെ അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് കാണിക്കുന്ന ട്യൂബുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ഇത് ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയ ഇതൊരു ഗ്ലാസ്സാണ്. അപ്പം നമ്മൾ ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും നമ്മളെ കാണാൻ കഴിയും. അതുപോലെ നമ്മൾ കയറുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കുഴിയിലേക്ക് പോകുന്ന പോലെ തോന്നും. പക്ഷെ അതേപോലെ പ്രത്യേക രീതി നല്ല ഭംഗിയായിരുന്നു ഫോട്ടോ എടുക്കാനും ഒക്കെ. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കുറേ ഫോട്ടോകളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് അവിടുത്തെ ഇതിങ്ങനെ നിർമ്മിച്ച് വച്ചേക്കുന്നതും തേനീച്ചകളുടെ കൂടിൻ്റെ മാതിരിയാണ് നമുക്ക് ഓരോന്നും കാണാൻ കഴിഞ്ഞത്. നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ നമുക്കിരിക്കാൻ വിസിറ്റിംഗ് റൂമും ഒക്കെ ഉണ്ട്. അതുപോലെ പിന്നെ അതിൻ്റെ ഈ തേനീച്ച എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്, അതിൻ്റെ ഡ്രസ്സുകളെ, അതിൻ്റെ കൂടുകളെക്കുറിച്ചുള്ള വിവരണങ്ങൾ എല്ലാം അവിടെ ഒരു ഒറിജിനൽ രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തേനീച്ച അതിൻ്റെ തേനെടുക്കാൻ പോകുമ്പോൾ ഇടേണ്ട ഡ്രസ്സ്, അതിൻ്റെ ഉപയോഗിക്കേണ്ട സാധനങ്ങളെല്ലാം, അതുപോലെ തേനെടുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് അരിച്ച് അത് മാറ്റുന്നതിനുള്ളത് അതിൽ എഴുതി അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ. പിന്നെ ഉണ്ടായിരുന്നത് പലതരത്തിലുള്ള തേനുകളുടെ പ്രോസസ്സിങ്ങിനെ കുറിച്ചായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ ഇപ്പം ഞാൻ പിടിച്ചേക്കുന്ന ട്യൂബ് ഇങ്ങനെ കറക്കുമ്പോൾ മേളിൽ നിന്ന് താഴോട്ട് ആ തേനിങ്ങനെ ഇറ്റിറ്റ് വീഴും. അപ്പോൾ പ്രത്യേക രീതിയിൽ അവരത് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ. പിന്നെ ഇവിടെ ഒറിജിനൽ തേനീച്ചകളാണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് 3 വെറൈറ്റി തേനീച്ചകളുണ്ട്. അതെല്ലാം അവിടെ എഴുതി നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു തടി പോലെ വെച്ചേക്കുന്നത്, ഇതിലൂടെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു വീഡിയോ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫുൾ ആദ്യം തൊട്ടുള്ള അവസാനം വരെയുള്ള പ്രോസസ്സിങ്ങിനെല്ലാം ആ വീഡിയോയിൽ കൂടെ കാണാൻ കഴിയും. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങളും അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ അതിൻ്റെ വെളിയിൽ നല്ല മ്യൂസിക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.